രണ്ട് സിസ്റ്റേഴ്സ് ഡൈവിങ്ങിന് പോകുന്നു. അതിൽ ഒരു സിസ്റ്റർ ആ ഒരു കാറ്റസ്ട്രോഫിക് ഡിസാസ്റ്റർ അണ്ടർ വാട്ടറിൽ വരുമ്പോൾ അകപ്പെടുന്നു. സോ ആ അകപ്പെട്ട ആ ഒരു സിസ്റ്ററിനെ രക്ഷിക്കാനുള്ള മറ്റേ സിസ്റ്ററിന്റെ ശ്രമമാണ് ഈ സിനിമ പറയുന്ന സ്റ്റോറി. ഡൈവ് എന്നാണ് ഈ സിനിമയുടെ പേര്. ഒരു സർവൈവൽ ത്രില്ലറിൽ വരുന്ന ഒരു സിനിമ. ഈ സിനിമയുടെ പോസിറ്റീവ് തുടങ്ങുന്നത് പെർഫോമൻസിൽ നിന്നും, അതുപോലെ തന്നെ അണ്ടർ വാട്ടറിന്റെ സിനിമാറ്റോഗ്രഫിയിലെ വിഷ്വൽ എഫക്ട്സും പിന്നെ പറയുകയാണെങ്കിൽ പ്ലോട്ടിൽ നിന്നും ഒക്കെയാണ്. ഈ സിനിമയുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു ബ്രേക്കിംഗ് സർഫസ് എന്ന് പറയുന്ന നോർവീജിയൻ മൂവിയുമായിട്ട് കമ്പാരിസൺ വരുമ്പോഴാണ്. കാരണം വളരെയധികം വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് സീനിൽ ബ്രേക്കിംഗ് സർഫസിൽ ഒരു ഡയലോഗ് ഉണ്ട്. അമ്മ ചേച്ചിയോട് പറയുന്ന നിന്റെ ആ ഒരു സിസ്റ്ററിന് എന്ത് പറ്റിയാലും അത് നിന്റെ ഫോൾട്ട് ആയിരിക്കും എന്നുള്ളത്. അതിൽ ഫുള്ള് കണക്ഷൻ വരുന്നുണ്ട് ആ ഒരു സിനിമയായിട്ട്. അങ്ങനെയുള്ള സീക്വൻസസ് മിസ്സിംഗ് ആണ് ഈ ഒരു സിനിമയിൽ. ആ ഒരു കണക്ഷൻ മിസ്സിംഗ് ആണ്. അല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുറച്ച് മികച്ചു നിന്നത് ഈ ഒരു ബ്രേക്കിംഗ് സർഫസിലായിരുന്നു, എസ്പെഷ്യലി ക്ലൈമാക്സ് പോർഷൻസ് ഒക്കെ. ഈ സിനിമയുടെ ഡയറക്ഷൻ കുറച്ചും കൂടി മികച്ചു നിന്നു. അതുപോലെ തന്നെ 1 മണിക്കൂർ 21 മിനിറ്റിൽ വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ട് നല്ല ഡയറക്ഷൻ, നല്ല സ്ക്രീൻ പ്ലേയിൽ, അതുപോലെ തന്നെ വളരെ ക്രിസ്പായി പറഞ്ഞ ഒരു സിനിമയായിരുന്നു ബ്രേക്കിംഗ് സർഫസ്. സോ ബട്ട് 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ പോലും ദ ഡൈവ് ആ ഒരു ലെവൽ എൻഗേജിങ് ആയിട്ടുള്ള നറേഷനോ അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഔട്ട്പുട്ട് തരുന്നില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ നെഗറ്റീവായിട്ട് തോന്നിയത്. എന്നിരുന്നാലും റീമേക്കിനോടും അതുപോലെ തന്നെ സർവൈവൽ ജേണലിനോടും നീതി പുലർത്തിയ സിനിമയായിരുന്നു ഡൈവ്.